ഹലോ ഗൈസ്, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ നന്ദി ഹിൽസിലേക്കാണ്. ട്രെക്കിംഗ് ആണ്, നോർമൽ യാത്രയല്ല. കാട്ടിലൊക്കെ കൂടി കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രയാണ്. ഏകദേശം ഒരു രണ്ടര മണിക്കൂറുള്ള ട്രെക്കിംഗ് ആണ്. രണ്ട് വഴിയുണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെ യാത്രയൊക്കെ ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മ ട്രിപ്പ് എന്ന് പറയുന്നതിൽ ഒരു ഗ്രൂപ്പിൻ്റെ ആൾക്കാരോട് കൂടിയാണ് പോയത്. ഏകദേശം ഇപ്പോൾ ഒരു വാനിനകത്ത് 25 ആൾക്കാരോട് ഉണ്ട്. അപ്പോൾ അതും അറിയാത്ത ആൾക്കാരാണ്. ഗ്രൂപ്പായിട്ട് പോകുന്നതാണ്, ഗ്രൂപ്പായിട്ട് പോവാം. ഇവരെ സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ. ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്ത് വെക്കാം, ഇൻസ്റ്റാഗ്രാം ID ഒക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അവിടെ അടുത്ത് തന്നെ ഈ ഷെല്ലിൻ്റെ പെട്രോൾ പമ്പിൻ്റെ അടുത്തൊരു ഷോപ്പും ഉണ്ടായിരുന്നു. അവിടെ ബിസ്ക്കറ്റ് കാര്യങ്ങൾ, ഡ്രിങ്ക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്രൂവ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ ആണ്. ഇതിന് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മളിത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വാട്സാപ്പ് ഗ്രൂപ്പുമായിട്ടോ അവരെ ഫോൺ വിളിച്ചിട്ട് കൺഫേം ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. പിന്നെ ഏകദേശം ഒരു വെളുപ്പിന് ഒരു 3-3:30 അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഏറ്റവും താഴെ സ്പോട്ടിലെത്തിയത്. അതായത് ഇതിൻ്റെ നന്ദി ഹിൽസിലേക്ക് 2 വഴിയുണ്ട്. ഒന്ന് ട്രെക്കിംഗ് ആയിട്ട് പോകുന്നത്, ഒന്ന് റോഡ് നല്ല വഴി ഉള്ളതുമുണ്ട്. അതായത് താഴെ പാർക്കിംഗ് ചെയ്ത് മെയിൻ റോഡ് വഴി തന്നെ ടോപ്പിലേക്ക് നടന്നു പോകുന്ന വഴി. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒരു അഡ്വഞ്ചറായിട്ടും ട്രെക്കിംഗ് ആയിട്ട് പോകുന്ന ഒരു റൂട്ടാണ്. നമ്മൾ ഏകദേശം ഒരു 3:30 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എന്താ വെച്ചാൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അതായത് കപ്പിൾസായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ് ഒരു ഗ്യാങ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ സോളോ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് സുഖമായിട്ട് പോകാം. പിന്നെ ഇതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 11 മണിക്ക് അങ്ങനെയാണ് ഇവർ ബസ് സ്റ്റാർട്ട് ചെയ്യുക. അതിങ്ങനെ ഓരോ സ്റ്റോപ്പിലെത്തിയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യും, എന്നിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം, ട്രെക്കിങ് പുല്ലൊക്കെ ആയിട്ട് കാട്ടിലോട്ടൊക്കെ ഉള്ള വഴിയാണ്. അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധിച്ച് ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് മൃഗങ്ങൾ അതൊന്നും ഉണ്ടാവുന്നില്ല. നല്ല മഞ്ഞ് വീഴ്ചയുള്ളത് കൊണ്ട് പുല്ലിലൊക്കെ നനഞ്ഞിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ നടന്നിട്ട് തന്നെയാണ് പോയത്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വിശ്രമിക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ അങ്ങനെ നമ്മൾ നടന്നിട്ടാണ് ടിപ്പു സുൽത്താൻ്റെ സമ്മർ റെസിഡൻസിൻ്റെ ഭാഗത്തേക്ക് എത്തിയത്. ഇവിടെയായിരുന്നു ടിപ്പു സുൽത്താൻ വന്നിട്ട് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടത്. എന്തൊക്കെയാണെന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നിങ്ങൾ കണ്ടോ, ടിപ്പു സുൽത്താൻ സമ്മർ റെസിഡൻസി ഇവിടെയായിരുന്നു ഈ സമയത്ത്. വേറെ സമ്മർ സമയത്ത് ടിപ്പു സുൽത്താൻ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്കൊന്നും കയറിയിട്ടില്ല. കുറച്ച് ആൾക്കാരങ്ങൾ പോകുന്നുണ്ട്. അവിടെ കാണാനായിട്ടൊന്നുമില്ല കാര്യമായിട്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് നന്ദിൻ്റെ ഒരു വിഗ്രഹം കണ്ടത്. പിന്നെ നല്ല മഞ്ഞുള്ളത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും വീഡിയോ എടുക്കുന്ന സമയത്ത്. വെളുപ്പ് 6 മണിക്ക് നമ്മൾ നന്ദി ഹിൽസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്നുകൊണ്ടാണ് നമ്മളാണ് ഫസ്റ്റ് എത്തിയത്. നല്ല തണുത്ത കാറ്റുണ്ട്. ആൾക്കാർ ഏകദേശം ഒരു 6:30-6:45 ആ സമയത്ത് ഒരുപാട് ആൾക്കാർ. 6 മണിക്കാണ് ഇതിൻ്റെ ഗേറ്റ് ഓപ്പൺ ആവുക. നമ്മൾ ട്രെക്കിംഗ് വഴി വന്ന് നമ്മൾ ആദ്യം നേരത്തെ എത്തി. 6 മണിക്ക് ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ട് ഒരുപാട് ആൾക്കാരാണ് വന്നത്. അപ്പോൾ നല്ല ഫോഗ് ആയതുകൊണ്ട് സൂര്യൻ്റെ പൊടി പോലും നമ്മൾ കണ്ടിട്ടില്ല. കുറേ സമയം വെയിറ്റ് ചെയ്തു. കുറേ ടൈം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, നല്ല പോലെ ഫോഗുണ്ട്. അപ്പോൾ കുറച്ച് ദൂരെയുള്ള ആൾക്കാരെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ കയറുന്നത് അത്ര നല്ലതല്ല, കാരണം കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ വഴക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് കയറിയിരുന്നു. കാരണം ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്, കയറാനും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആൾക്കാർക്ക് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് കയറി പോകുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് വീഡിയോ കാണാൻ, ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല നൈസായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ നടന്നിട്ട് പോകുന്നത്. പിന്നെ സൺസെറ്റും കൂടി ഉണ്ടായി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല മഞ്ഞ് വീഴ്ച തന്നെ ഉണ്ടായത്. മുടിയൊക്കെ ആകെ നനഞ്ഞിതായി. പിന്നെ ഒരു വെള്ള കളർ പോലെ മഞ്ഞില്ലേ, അതൊക്കെ ശരീരത്തിൽ പാൻറ്റിലും ഡ്രസ്സിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഇവിടെ കുറച്ച് നല്ല അധികം ആൾക്കാരും ഫോട്ടോയും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം.
നല്ല ഫോഗ് എന്ന് വെച്ചാൽ നല്ല ഫോഗായിരുന്ന സമയത്ത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ സമയത്താണ് ഏകദേശം സൂര്യൻ ജസ്റ്റ് ഒരു മിന്നായം പോലെ വന്നത്. പിന്നെ ഇവിടെ ഒരാൾ ഇരിക്കുന്നത്, ഇത് മെയിൻ ഏരിയ ആണ്. ഇവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൂര്യൻ വന്ന സമയത്ത് കിട്ടിയ വീഡിയോ ആണിത്. ചെറിയ സൈഡായിട്ടാണ് സൂര്യൻ വന്നത്. പിന്നെ ആ സമയത്താണ് മേഘങ്ങളിങ്ങനെ പോകുന്നതൊക്കെ കാണാം. എന്നിട്ടും നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ചത്ര ഇതുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട്. കണ്ടോ നിങ്ങൾ, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട്. അതിൻ്റെ ടോപ്പിൽ കണ്ട, ഇതൊക്കെ ജസ്റ്റ് ഡേഞ്ചറാണ്. പുറകിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ മുന്നിലെ ആൾക്കാർ എന്തായാലും താഴെ വീഴും. പിന്നെ അപകടങ്ങൾക്ക് ക്ഷണിച്ചു വരുത്തുന്നത് പോലെ ആയിപ്പോവും. പിന്നെ താഴെ കുറച്ചും കൂടി സൂര്യൻ കുറച്ച് മുന്നേ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നു. ഇതാണ് നന്ദി ടെമ്പിൾ കേട്ടോ, മലമുകളിലുള്ള. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. പിന്നെ അങ്ങനെ ഏകദേശം ഒരു 7:45 സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് പുറത്തേക്കുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫാമിലിയായിട്ട് വരുന്നവർക്കും എല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുറത്തേക്ക് പോകാനുള്ള വേറൊരു വഴി എന്ന് പറഞ്ഞത്, അതാണിത്. നല്ല ടാറിലൊക്കെ ചെയ്തിട്ട് അടിപൊളിയാണ്. വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റുന്നവർക്ക് കയറ്റാം, നടന്നു പോകുന്നവർക്ക് നടന്നു പോകാം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് താഴെ വരെ അവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ടൂറിസം ഗവൺമെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇതാണ് താഴെയുള്ള പാർക്കിംഗ്. എൻ്റെ മോനെ, ഇത് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഏകദേശം ഒരു 50,000-ന് മുകളിൽ ആൾക്കാരുണ്ടാവും കേട്ടോ വീക്കെൻഡിലൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർ. ഇതാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ എണ്ണയും തേച്ചിട്ടുള്ള കുളീൻ്റെ പരിപാടിയുള്ള സ്ഥലം, കുളന്ന് തോന്നിട്ട് എനിക്ക് കണ്ടിട്ട് അവിടെ 2-3 മീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് മെയിൻ എൻട്രി, ഞാൻ നേരത്തെ പറഞ്ഞത് പാർക്കിങ്ങിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.